ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂര്യാസ് വ്ലോഗ്. അക്കരയിലേക്ക് പോകാൻ വേണ്ടി നമ്മളിപ്പോൾ തോണിയിലാണുള്ളത്. രാവിലെ ആയതുകൊണ്ട് സൂര്യോദയവും ഞങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ അക്കരെ എത്തി. ഇനി ഇവിടുന്നാണ് മൈസൂരിലേക്ക് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ കൂടെ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയും ഉണ്ട്. കബനിപ്പുഴയോട് ബൈ ബൈ പറഞ്ഞ് ബസ് വരുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് വന്നിട്ടുണ്ടാവുമെന്ന് കരുതി ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അവിടുത്തെ ഒരുവിധം കടകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു. കുറേ ആളുകളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളെല്ലാവരും ബസ് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തോണി അടഞ്ഞ് ബൈരക്കുപ്പയാണത്. ഞങ്ങൾ എൻട്രൻസ് ഫീസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ബൈരക്കുപ്പയായിട്ട് വന്നത്. ഇവിടെയാണ് മൂലമുള്ള ഷൂട്ട് ചെയ്ത സ്ഥലം. ബസ് ഇപ്പം വരും പ്രതീക്ഷിച്ച് ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ പറയുന്നത് ബസ് വരാൻ ഇനിയും ഒരു അരമണിക്കൂറെങ്കിലും എടുക്കുമെന്ന്. എന്തായാലും ഇത്രയും കാത്തു. ഇനി ഒരു അരമണിക്കൂറൂടെ വെയിറ്റ് ചെയ്താൽ ബസ് വരില്ല എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്തു. ഇത്രയും നേരം നോക്കിയിട്ടും ബസ്സിനെ കാണാത്തതുകൊണ്ട് കുറേ പേര് അടുത്തുള്ളൊരു ബസ് സ്റ്റാൻഡിലും കുറേ പേര് മരത്തിൻ്റെ തണലിലും കാത്തു നിന്നു. ഇത്രയും സമയം വെറുതെ നിന്ന് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കാട്ടിനുള്ളിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. ഓരോ വണ്ടിയെ നോക്കി അങ്ങനെ സമയം കളഞ്ഞു. അവസാനം അതാ നമ്മുടെ വണ്ടി. നിന്ന് ക്ഷീണിച്ചവരെല്ലാം ചാടി ഓടിപ്പോയി വണ്ടി കയറി. ബസ്സിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല രസമുള്ള പോലെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴും നല്ല രസമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ ഉള്ളിൽ കയറി. ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രൈവർ. മനസ്സിൽ കരുതിയ പോലെ ബസ്സിൻ്റെ ഉള്ളിലും നല്ല അടിപൊളിയായിരുന്നു. വണ്ടിയിലെല്ലാവരും കയറിയോ നല്ല ചെക്കിംഗ് ആണ് ഇപ്പം നടക്കുന്നത്. ഞങ്ങളുണ്ടെന്ന് ആദ്യം തന്നെ ഹാജർ പറഞ്ഞു. പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് നല്ല അടിച്ചു പൊളിച്ച് ടൂറ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാട്ടിലെത്തിയപ്പോൾ അതാ ഒരാന. ഞങ്ങളെ കണ്ടിട്ടും ഒരു കുലുക്കൂലാതെ അത് അവിടെ നിന്ന് അതിൻ്റെ ജോലി തുടർന്നു. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ചെറിയ ചെറിയ തോടുകളെല്ലാം വറ്റിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസാണ് കേട്ടോ ഇത്. ആനേനെ കണ്ടതുകൊണ്ട് ഇനി എന്തിനെയാ കാണാൻ എന്ന് നോക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. ഇപ്പം നമ്മൾ കാണുന്നത് നാഗർകോള ടൈഗർ റിസർവിലേക്കുള്ള കവാടമാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടാണ് അത് അവരിതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നിരന്നു കിടക്കുന്ന കുറേ വയലുകൾ ഞങ്ങൾ കണ്ടു.
വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഇടയ്ക്കിടെ ചെറിയ ചെറിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് അവിടുത്തെ ചെറിയ ചെറിയ ബിൽഡിങ്സും സ്കൂളുകളും ഒക്കെയാണ്. എല്ലാവരും ടൂർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കൃഷിക്കായിട്ട് എല്ലാ സ്ഥലവും നികത്തിയിട്ടിരിക്കുകയാണ്. അവിടെ ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാളകളെ കൊണ്ട് പോകുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മാത്രം പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് മനോഹരമാണ് അവിടുത്തെ ഓരോ കാഴ്ചകളും. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്.